ഹലോ മക്കളെ, എൻ്റെ മക്കളെല്ലാവരും വളരെ സേഫായിട്ട് ഇരിക്കുന്നു എന്ന് എക്സ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് മിസ് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ നമ്മൾ വളരെ മോശപ്പെട്ട ഒരു കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് അല്ലേ. ഇപ്പോൾ നമ്മുടെ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റും, അതുകൂടാതെ തന്നെ നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കൂടുതലായിട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് COVID-19 അല്ലെ. അതിൻ്റെ പുതിയൊരു വേരിയൻറ്റ് ഫോമാണ്, അല്ലെങ്കിൽ വേറൊരു വകഭേദമാണ് JN1. അത് പെട്ടെന്ന് ഓരോരുത്തരിലോട്ട് പകരുന്നുണ്ട്. പക്ഷേ തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷേ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യണം, വളരെ സേഫായിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പോൾ മാസ്ക് യൂസ് ചെയ്യണം, അതുകൂടാതെ സാനിറ്റൈസർ യൂസ് ചെയ്യണം. എന്തൊക്കെയാണ് നമ്മുടെ ആരോഗ്യവകുപ്പ് തരുന്ന മുന്നറിയിപ്പ്, അത് കറക്റ്റായിട്ട് മക്കളെല്ലാവരും ഫോളോ ചെയ്യാം. അപ്പോൾ ഈ ഒരു മഴക്കാലത്തിനെ നമുക്ക് രോഗത്തിൻ്റെ ഒരു കാലം എന്നുകൂടി നമുക്ക് പറയാൻ പറ്റും അല്ലേ. കാരണം ഈ ഒരു മഴക്കാലത്ത് ഈ പറയുന്ന കുറച്ച് രോഗങ്ങൾ മാത്രമല്ല, ഒത്തിരി അധികം രോഗങ്ങൾ വരാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ ഏതൊക്കെ രോഗങ്ങളാണ്? മലേറിയ, ഡെങ്കി, അതുപോലെ തന്നെ നമ്മുടെ ടൈഫോയിഡ്, കോളറ, ജലദോഷം, പനി, ഇതെല്ലാം കൂടുതലായിട്ട് വരുന്നത് ഈ ഒരു മഴക്കാലത്താണ്. അപ്പോൾ ഈ ഒരു രോഗത്തിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ മക്കളെല്ലാവരും ശ്രദ്ധിക്കണം. സോ എങ്ങനെയാണ് ഈ ഒരു മൺസൂൺ കാലത്തുള്ള ഡിസീസസിനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ആദ്യം നോക്കിയാൽ ഡ്രിങ്ക് ക്ലീൻ വാട്ടർ അല്ലേ. ജലത്തിലൂടെ കുറേ രോഗങ്ങൾ പകരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ മക്കൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? തിളപ്പിച്ചാറിയ വെള്ളം, നല്ല പ്യുവർ ആയിട്ടുള്ള വാട്ടർ മാത്രം കൺസ്യൂം ചെയ്യുക. അതുകൂടാതെ ഈറ്റ് ഫ്രഷ് ആൻഡ് ഹൈജീനിക് ഫുഡ്. പുറത്തു നിന്നുള്ള ഫുഡൊക്കെ മാക്സിമം ഒഴിവാക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന നല്ല വൃത്തിയുള്ള ഫുഡ്, നല്ല ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് മാത്രം കഴിക്കണം. കീപ് യുവർ സെൽഫ് ഡ്രൈ. അതായത് മഴക്കാലം ആകുമ്പോൾ നമ്മൾ ചിലപ്പോൾ നനഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇടാനുള്ള ചാൻസസ് ഒക്കെ കൂടുമല്ലേ. അപ്പോൾ അങ്ങനെ നനഞ്ഞ ഡ്രസ്സസ് ഒന്നും ഇടരുത്. അതുവഴി കുറേ രോഗങ്ങൾ ഉണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും നല്ല വൃത്തിയുള്ളതും ഉണങ്ങിയതുമായിട്ടുള്ള ഡ്രസ്സസ് ഇടണം. ദെൻ മെയിൻറ്റെയിൻ പേഴ്സണൽ ഹൈജീൻ. വ്യക്തി ശുചിത്വം എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം രോഗങ്ങളൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. നെക്സ്റ്റ് ആണ് യൂസ് മൊസ്കിറ്റോ റിപ്പല്ലൻറ്റ്. അതായത് ഇപ്പോൾ ഈ മഴക്കാലത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം, അതിൽ കുറേ കൊതുകുകൾ മുട്ടയിടുന്നു. കൊതുകുകളുടെ എണ്ണമൊക്കെ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ചുറ്റും കാണുന്ന കുറേ രോഗത്തിന് മെയിൻ ആയിട്ടുള്ള ഒരു ഉത്തരവാദിയാണ് ആര്? നമ്മുടെ മൊസ്കിറ്റോസ് അല്ലേ, നമ്മുടെ കൊതുകുകൾ. അപ്പോൾ ഈ കൊതുകുകളെ കുറയ്ക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കൊതുക് കടി ഏൽക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? മൊസ്കിറ്റോ റിപ്പല്ലൻറ്റ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഫുൾ സ്ലീവ്സ് ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇടുക. നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല ക്ലീൻ ആക്കി വെക്കാം. അതാണ് നെക്സ്റ്റ് നോക്കിക്കേ. കീപ് യുവർ സറൗണ്ടിങ്സ് ക്ലീൻ. നമ്മുടെ വീടും പരിസരമൊക്കെ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം. അവോയ്ഡ് സ്റ്റാഗ്നന്റ് വാട്ടർ. കെട്ടിക്കിടക്കുന്ന വെള്ളമൊക്കെ ഒഴിവാക്കണം. ദെൻ അവോയ്ഡ് വാക്കിംഗ് ബെയർ ഫുട്ട്. അതായത് ചെരുപ്പില്ലാതെ ഒന്നും പുറത്തിറങ്ങി നടക്കരുത്. കാരണം മെയിനായിട്ട് നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന രോഗാണുക്കളൊക്കെ കയറാനുള്ള മെയിനായിട്ടുള്ള റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാൽപാദമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെരുപ്പിടാതെയൊക്കെ ഇങ്ങനെ ചളിവെള്ളത്തിലൊക്കെ പോയി കളിക്കുകയാണെങ്കിൽ എന്തായിരിക്കും? അതുവഴി നമുക്ക് രോഗങ്ങൾ പകരാനുള്ള ചാൻസസ് കൂടുതലാണ്. ദെൻ സീക്ക് മെഡിക്കൽ അഡ്വൈസ് ഏർലി. അതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ജസ്റ്റ് ഒരു പനി വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഡോക്ടറെ കാണിക്കാതെ വീട്ടിൽ തന്നെ ഇരിക്കില്ലേ. ചിലപ്പോൾ ഇത് വേറെ ഏതെങ്കിലും രോഗത്തിൻ്റെ ലക്ഷണമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് തീവ്രമായിട്ടുള്ള എന്തെങ്കിലും രോഗാവസ്ഥ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? വേഗം തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യണം. എത്രയും നേരത്തെ കാണിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ കാണിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. അപ്പോൾ ഈ ഒരു മഴക്കാല രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? നിങ്ങൾക്കറിയുന്ന നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലോട്ടും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇപ്പോൾ അതിശക്തമായിട്ടുള്ള മഴയും കാറ്റൊക്കെയാണ് നമ്മുടെ ചുറ്റും നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇതുപോലെ ഇങ്ങനെ കുത്തി ഒഴുകി വരുന്ന വെള്ളമൊക്കെ ഉണ്ടായിരിക്കും. അതുപോലെ തോടും പാടും പുഴയൊക്കെ ഇങ്ങനെ ഒഴുകി കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അതിലൊന്നും പോയി കളിക്കാതെ ഇരിക്കുക. വളരെ സേഫായിട്ട് തന്നെ ഇരിക്കണം. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു കാലം കുറച്ച് വളരെ ശ്രദ്ധയായിട്ട് തന്നെ ഇരിക്കുക. കാരണം കുറേ രോഗങ്ങൾ ഉണ്ടാവും. അതുകൂടാതെ തന്നെ കുറേ അപകടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം? വളരെ ശ്രദ്ധിച്ച് സുരക്ഷിതമായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന രോഗങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാനും പറ്റും. ഇങ്ങനെയുള്ള അപകടങ്ങൾ വരുന്ന സാഹചര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാനും വേണ്ടി പറ്റും. ഓക്കെ, സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ ലവ് യു ഓൾ. ടാറ്റാ, ബൈ ബൈ.